കൊച്ചി നെടുമ്പാശ്ശേരിയിലെ അവയവ കടത്തിൽ മുഖ്യ സൂത്രധാരൻ മധുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മധുവിനായി ബ്ലൂ കോർണർ പുറത്തിറക്കാൻ സിബിഐക്ക് അപേക്ഷ നൽകി. പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കാനാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം അവയവ കടത്തിന്റെ ഭാഗമായി മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് NIA. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. നടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരനാണ് മധുവിനായിട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ബ്ലൂ കോർണർ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോലീസ് നിലവിൽ CBIക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. നിലവിൽ ഈ അവയവക്കടത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം NIAയുടെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ അവയവക്കടത്തിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ NIAക്ക് അന്വേഷണം നടത്താമെന്നുള്ള ഒരു നിയമപരമായിട്ടുള്ള വശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഇക്കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരശേഖരണം നടത്തുന്നത്. നിലവിൽ മനുഷ്യക്കടത്ത്, ഗൂഢാലോചന, വഞ്ചന കുറ്റങ്ങളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അവയവക്കടത്തിനായിട്ട് മനുഷ്യക്കടത്താണ് നടന്നിരിക്കുന്നത്. മുഖ്യ കണ്ണികൾ വിദേശങ്ങളിൽ ഒളിവിൽ കഴിയുന്ന കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനായിട്ട് NIAക്ക് കഴിയുമെന്നാണ് പോലീസ് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട്. പ്രധാനമായിട്ടും ഈ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടത് ആഭ്യന്തര മന്ത്രാലയമാണ്. അതുകൊണ്ടാണ് പോലീസ് നിലവിൽ അത്തരമൊരു റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചിരിക്കുന്നത്. എന്തായാലും സാബിത്ത് നാസർ പിടിക്കപ്പെട്ട സമയത്ത് NIA സംഘം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ബെല്ലം രാമപ്രസാദ് ഗോഡയും ചോദ്യം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇവരിൽ നിന്നെല്ലാം വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷമാണ് മധുവിന് വേണ്ടിയിട്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാൻ വേണ്ടി CBIക്ക് നിലവിൽ പോലീസ് അപേക്ഷ നൽകിയിട്ടുള്ളത്. എന്തായാലും മധുവിനെ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ വിദേശങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ഈ പ്രതികളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ണികളെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ സാധിക്കൂ. എന്നാലും ഈ നടപടിയുടെ മുന്നോടിയായിട്ടാണ് നിലവിൽ പോലീസ് CBIയുടെ സഹായം തേടിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ മധുവിനെ പിടികൂടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.